ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു എൽ പോർട്ട് സബ് വൂഫർ എൻക്ലോസർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാനുഫാക്ചറിങ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് ടെക്സ്ചർ കോട്ടിംഗ് ആണ്. ഉണ്ടോ, റഫായിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റ് കോട്ടിംഗ് ആണ്. പിന്നെ ഇനി ഗ്രില്ല് വരുന്നുണ്ട്, ഫാസ്റ്റർ ടൈപ്പ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ വൂഫറിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ഡീപ്പ് ബാസ് കിട്ടാൻ വേണ്ടി ബാക്ക് കുറച്ച് തള്ളിയ ഇതിലാണ് ചെയ്തേക്കണത്. എൽ പോർട്ടാണ്, എയർപോർട്ട് എല്ലാണ്. പിന്നെ വൂഫർ അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഉണ്ടോ, 15 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഡെപ്തും ബാക്കും ഏകദേശം ബാക്ക് 16 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ച്. 10.5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് MDF 15 mm MDFിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ അളവൊക്കെ നമ്മുടെ കസ്റ്റമർ നമുക്ക് തന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കസ്റ്റമൈഡ് ചെയ്തെടുത്ത് തന്നുണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 8 ഇഞ്ച് സബ് വൂഫർ ബോക്സിൻ്റെ പണി തുടങ്ങും. അപ്പോൾ നമ്മൾ അതിൻ്റെ MDF പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3/4 ഇഞ്ച് 15 mm MDFിലാണ് നമ്മൾ ചെയ്യണത്. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൽ പോർട്ട് 8 ഇഞ്ച് സബ് വൂഫറാണ് ചെയ്യണത്. അപ്പോൾ ഇത് ലെഫ്റ്റ് റൈറ്റ് അടിഭാഗവും ടോപ്പ് ഭാഗവും. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ പുറംചട്ടയെ 4 ഭാഗം ആദ്യം ബോക്സ് ആക്കി. അപ്പോൾ നമ്മൾ ഫെവിക്കോള് SH ഒക്കെ വെച്ചും അതുപോലെ 1.5 ഇഞ്ചിൻ്റെ ആണിയും വെച്ചിട്ട് ബോക്സ് അടിച്ചെടുത്തു. അതാണ് അതിൻ്റെ ഫ്രണ്ട് സ്പീക്കറിൻ്റെ ഭാഗം വരുന്നത്. എൽ പോർട്ട് സബ് വൂഫർ ഉണ്ടോ, റൗണ്ട് പോർട്ടല്ല, നമ്മൾ എൽ പോർട്ട് അതിന് MDF വെച്ചിട്ട് തന്നെ പോർട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. MDF ആണ് 4 സൈഡും 5 സൈഡും അതിന് ഫ്രണ്ട് മാത്രം നമ്മൾ പ്ലൈവുഡാണ് വെച്ചേക്കണത്. ഇങ്ങനെ ഉണ്ടോ, ഈ രീതിയിലാണ് ഫ്രണ്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പോർട്ട് വരാം കേട്ടോ, അങ്ങനെ എല്ല് പോലെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അളവ് ഇതിൻ്റെ ഔട്ടറാണ് കേട്ടോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളളവ് ചെറിയ വ്യത്യാസം വരും. 1.5 ഇഞ്ച് വിഡ്ത്തിലും ഹൈറ്റിലും വ്യത്യാസം കാണിക്കും. 3/4 ഇഞ്ച് MDF ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കി ഫിറ്റിങ്സ് നടത്താം. നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ട് വശം സ്പീക്കർ ഫിറ്റ് ചെയ്ത വശം നമ്മൾ ഫിറ്റ് ചെയ്ത് അതുപോലെ പോർട്ടും ചെയ്തിട്ട്. അതാണ് കേട്ടോ പോർട്ട്. അതായത് 3.5 ഇഞ്ച് സെൻറ്റിമീറ്റർ വീതിയും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 23 സെൻറ്റിമീറ്ററാണ് പോർട്ടിൻ്റെ ലെങ്ത്ത്. ഉള്ളിലോട്ട് ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഉണ്ട് അകത്തോട്ട്. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ബാക്ക് സൈഡ് കട്ട് വെച്ചിട്ടുണ്ട്. ഇത് അകത്തോട്ട് കയറുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കണത്. ഉണ്ടോ, അകത്തോട്ട് കയറ്റിയാണ് വെക്കണത്. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞുമ്പോഴേക്കും പിന്നെ ഫിനിഷിങ് വർക്ക് മാത്രമേ ഉള്ളൂ. സൈഡൊക്കെ ഒന്ന് സാൻഡ് അടിച്ച് ലെവൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ സബ് വൂഫറിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പണിയുണ്ട്. ഈ ഫ്രണ്ടിൽ വൂഫർ വരുന്നിടത്ത് നമ്മളൊരു സെയിം സൈസിൽ തന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ MDF കട്ട് ചെയ്തിട്ട് ഹോൾ ചെയ്ത് വരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വൂഫർ അത് ഇറങ്ങിയിരിക്കുന്ന ഒരു ഗ്രോ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒരു ഗ്രോവിലാണ് ഈ ഹോള്. വൂഫറിൻ്റെ ഔട്ടറിൽ ഇത് കട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം. അതുപോലെ പോർട്ടിൻ്റെ അവിടെ അതേ അളവിൽ തന്നെ നമ്മൾ സ്ക്വയർ അവിടെ പോർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ട്രിമ്മർ വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. ഇത് കാണിച്ചിട്ട് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ഹോൾ എന്ന് പറഞ്ഞാൽ വൂഫറിൻ്റെ ഔട്ടർ സൈഡിലുള്ള അളവിലാണ് കേട്ടോ വേണ്ടത്. എന്നാലാണ് വൂഫറിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുള്ളൂ. ഇത് കാണുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടി ചെയ്യണതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുമ്പോൾ തന്നെ ഇങ്ങനെ ബഡ്ജറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ വൂഫർ ചെയ്യുകയാണെങ്കിൽ ഈ പീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഷീറ്റ് ഒട്ടിച്ച് വൂഫർ ഫിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഗ്രില്ലും കൊടുക്കാം. കുറച്ച് വൃത്തിക്ക് ചെയ്യുമ്പോൾ, കുറച്ച് മോഡേൺ രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം വരുന്നത് ഇങ്ങനെ ഗ്രൂ ഇട്ടിട്ട് ഇറക്കിയിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യമുള്ളൂ, സിമ്പിളായിട്ട് റൗണ്ട് കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് ആ MDFൻ്റെ ഷീറ്റ് ടോപ്പിൽ വെച്ചിട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഗ്രൂ പോലെ വെക്കും. ഇതിനകത്തേക്ക് വൂഫർ ഇറങ്ങിയിരിക്കും. ഇനി നമ്മളിവിടെ
ട്രിമ്മർ വെച്ചിട്ട് പോർട്ട് സ്ക്വയറിൽ കട്ട് ചെയ്യണം. ഇതൊരു കാര്യം കാണുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ഊപ്പർ അകത്തോട്ട് ഇറങ്ങിയിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് ചെയ്തിട്ട് പുറത്ത് ഗ്രില്ല് ചെയ്താൽ മതി. പോർട്ട് സ്ക്വയർ നമുക്ക് ട്രിമ്മർ വെച്ചിട്ട് ഇതിലേക്ക് എടുക്കാം. നമ്മൾ പോർട്ട് സ്ക്വയർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സബ് വൂഫർ ബോക്സ് ഫൈനൽ ഫിനിഷ് ആയിട്ടുണ്ട്. ടെക്സ്ചർ കോട്ട് പെയിൻറ്റിങ് അടിക്കണമെന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ, അത് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാനൈറ്റോണ്ട സ്പീക്കർ പെയിൻറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് 1 ലിറ്ററിന് ഏകദേശം ഒരു 800 റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പ്രൈമറും ഉണ്ട്, അതിന് ഏകദേശം ഒരു 400 റൗണ്ട് വരുന്നുണ്ട്. പ്രൈമർ അടിച്ചിട്ട് ടെക്സ്ചർ കോട്ടിങ് അടിച്ചാൽ മതി, നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ സബ് വൂഫർ ബോക്സ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ. നമുക്ക് ഒരു വർക്കായ നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. നമ്മൾ വിനൈൽ റാപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത് കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡായിട്ട് കസ്റ്റം ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റിംഗ് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് ഡോഗ് സൗണ്ടിൻ്റെ ബനാന സ്പീക്കർ കണക്ഷനാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഡോഗ് സൗണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അവരുടെ തന്നെ സ്റ്റോറിൽ നിന്ന് തന്നെ എടുക്കണതാണ്. ഇതിൻ്റെ സ്ക്വയർ ടേപ്പ് ഉണ്ട്, റൗണ്ട് ടേപ്പ് ഉണ്ട്. സ്ക്വയർ കുറച്ചുകൂടി വലിപ്പമുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. ക്വാളിറ്റി മാത്രമല്ല അതുപോലെ റേറ്റും ഉണ്ട് ഇതിന്. 100 രൂപ അടുത്ത് വിലയും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പീക്കർ, ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല് വരുന്നതാണ്. അപ്പം നമ്മൾ ഗ്രിൽ ക്ലോത്ത് ചെയ്യണം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫാസ്റ്റർ ഉണ്ട്, അതും ഡോഗ് സൗണ്ടിൻ്റെ ഗ്രിൽ ഫാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റിംഗ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത് തന്നെ വരാം. അതുവരെയും ബൈ ബൈ.